പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും അടുത്ത വെള്ളിയാഴ്ച ചെന്നൈയിൽ ഡിസംബർ 16 വെള്ളി. ശുശ്രൂഷ വൈകിട്ട് 6 മുതൽ. വിദ്യോദയ സ്കൂൾ ഓഡിറ്റോറിയം, നമ്പർ 1, തിരുമല റോഡ്, വള്ളുവർ കോട്ടത്തിന് സമീപം, ടി നഗർ, ചെന്നൈ 17. ഡിസംബർ 14 ബുധൻ മുതൽ ഡിസംബർ 16 വെള്ളി വരെ തോമസ് കുട്ടി ബ്രദറിനെ നേരിൽ കാണുവാനും പ്രാർത്ഥിക്കുവാനും അവസരം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കട്ടപ്പനയിൽ ഡിസംബർ 23 വെള്ളി. ശുശ്രൂഷകൾ വൈകിട്ട് 5:30 മുതൽ. കട്ടപ്പന ടൗൺ ഹാൾ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും തങ്കമണിയിൽ ഡിസംബർ 24 ശനി. ശുശ്രൂഷകൾ രാവിലെ 10:30. തങ്കമണി ടൗൺ ഹാൾ. പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിൽ TV പ്രേക്ഷക മീറ്റിങ്ങുകൾ, അത്ഭുതങ്ങൾ, വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് നമ്മൾ കർത്താവ് പല സ്ഥലങ്ങളിൽ നമ്മുടെ ശുശ്രൂഷയിൽ നടന്ന അത്ഭുതങ്ങൾ കാണാൻ പോവുക. പ്രിയപ്പെട്ടവരെ, ആലുവയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ പലരും വന്ന് അവരുടെ ജീവിതം ആത്മഹത്യയുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്യാൻ പോയ വ്യക്തികൾ കർത്താവ് അത്ഭുതകരമായി അവരിൽ പലരെയും വിടുവിച്ചത്, നമ്മുടെ സഹോദരന്മാരിൽ പലരുടെയും കർത്താവിനെ അറിഞ്ഞപ്പോൾ അവർ വിടുതലായ ഈ അത്ഭുതങ്ങൾ കേൾക്കാൻ ഇടയായി തീർന്നു. ഇന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ആ വിടുതലുകളിൽ ഒന്ന് കാണാൻ പോകുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആ ശുശ്രൂഷയിലേക്ക് കാണാം. എനിക്കിനി പറ്റത്തില്ല രോഗിയായിരിക്കാൻ, എനിക്കിനി പറ്റില്ല മദ്യപാനിയായിരിക്കാൻ. അവന്റെ അടിപ്പണലാണ് എനിക്ക് സൗഖ്യമുണ്ട്. ക്യാൻസറിന്റെ യാതൊരു പ്രശ്നങ്ങളുമില്ല. ഏതോ ഒരു ദൈവദാസൻ എന്നെ സൗഖ്യമാക്കുന്ന ദിവസവും കാത്ത് ഞാൻ ഇരിക്കില്ല. കാൽവറിയിൽ യേശു നേടിയത് എന്റെ പേർക്കാ. ഞാൻ പറയുന്ന യേശു അവൻ എന്നെ സൗഖ്യമാക്കിയതാണ്. അവന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം, അവന് വേദന എനിക്ക് സൗഖ്യം, അവന് കയ്പ് എനിക്ക് വിടുതൽ. അവൻ പാപമാക്കപ്പെട്ടു, എന്നെ നീതിയാക്കി. അവൻ കഷ്ടപ്പെട്ടു, എന്നെ വിടുവിച്ചു. അവനെ പിതാവ് തള്ളിക്കളഞ്ഞു, എന്നെ പിതാവ് ചേർത്തുകൊണ്ടു. കരമടിച്ചു കർത്താവിനെ ശ്രദ്ധിക്കാം. ഇത് തോമസ് 10 വർഷം ഗൾഫിൽ ജോലി ചെയ്ത് സ്വരൂപിച്ച മുഴുവൻ സമ്പാദ്യവും തന്റെ കുടുംബത്തിനു വേണ്ടി ചിലവഴിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയിൽ എത്തി നിൽക്കുമ്പോഴാണ് തന്റെ അവകാശമായിരുന്ന കുടുംബസ്വത്തിന്റെ വളരെ ചെറിയ ഭാഗം മാത്രം തോമസിന് ലഭിച്ചത്. തുടർന്ന് കേൾക്കുക തോമസിന് യേശു നൽകിയ അത്ഭുത വിടുതൽ. സൂയിസൈഡ് പോയിന്റിൽ നിന്നും ലൈഫ് പോയിന്റിലേക്ക്. ഞാൻ ആ 3 ലക്ഷം രൂപയുമായിട്ട് അതിൽ നിന്ന് കുറച്ച് കടമൊക്കെ ഉണ്ടായിരുന്നു. ആ കടമെല്ലാം നാട്ടുകാർക്കെല്ലാം കൊടുത്തു കഴിച്ചിട്ട് ബാക്കിയുള്ള 2.5 ലക്ഷം രൂപയുമായിട്ട് ഞാൻ ചിന്തിച്ച് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാനൊരു 10 വർഷം ഗൾഫിൽ ജോലി ചെയ്ത് ആ പണം കൊണ്ടാണ് ഞാൻ എൻ്റെ വീടെല്ലാം ഉണ്ടാക്കിയത്. പിന്നെ സഹോദരിമാരെ കെട്ടിച്ചു. എന്നിട്ടും എനിക്ക് ഇങ്ങനത്തെ ഒരു ഗതി വന്നല്ല എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ ആലോചിച്ച് ഇനി ജീവിക്കണ്ട, മരിച്ചു കളയാം എന്നുള്ള ഒരു ഉറച്ച ചിന്ത. ഞാനത് പുറത്താരോടും പറയാതെ, എൻ്റെ ഭാര്യ ഇവിടെയുണ്ട്, എൻ്റെ മകൻ ഇവിടെ ഈ കൊയറിലുണ്ട്, അവരോട് ആരോടും ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ആ മരിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ചത് ഈ കളമശ്ശേരിയിലാണ്. ഈ സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബത്തിനുണ്ടായ പ്രശ്നങ്ങളും ഒക്കെയാണ് ആത്മഹത്യക്ക് ചെയ്യാനായിട്ട് എനിക്ക് ചെയ്യണം. കാരണം ഞാൻ സമ്പാദിച്ചതെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് ഈ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളെയുമായിട്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ ആലോചിച്ച് ഇനി മരിച്ചു കളയാമെന്ന്. പക്ഷെ ഞാൻ അന്നൊന്നും എനിക്ക് കർത്താവിനെ അറിയില്ല. എനിക്ക് കർത്താവ് എന്താണെന്നും കർത്താവ് ആരാണെന്നും എന്തിനും അതൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഈ മക്കളെയും ഭാര്യനെയുമായിട്ട് സൗത്ത് കളമശ്ശേരിയിൽ ഞാൻ വന്നു. എൻ്റെ ഭാര്യയുടെ ചേച്ചിയുടെ വീട്ടിലാണ് അവിടെ വന്ന് താമസിച്ചത്. ഞാൻ അന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ ആലോചിച്ചു, നേരം വെളുത്തതിന് ശേഷം സൂയിസൈഡ് പോയിന്റ്, ഒന്നില്ലെങ്കിൽ മറൈൻ ഡ്രൈവ്, അതല്ലെങ്കിൽ എറണാകുളം സൗത്ത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, അപ്പോൾ എവിടെയെങ്കിലും പോയി തീവണ്ടിക്കോ അല്ലെങ്കിൽ വെള്ളത്തിലോ ചാടി മരിക്കാമെന്നുള്ള ആലോചന എടുത്ത് ഞാൻ സൗത്ത് കളമശ്ശേരി ബസ് സ്റ്റോപ്പിൽ വരികയാണ്. ഞാൻ എൻ്റെ മക്കൾക്കെല്ലാം നല്ലൊരു ചുംബനമൊക്കെ കൊടുത്ത് ഭാര്യനോടും സംസാരിച്ച്, പക്ഷെ അവരോടൊന്നും മരിക്കാൻ പോയെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്നെ മനസ്സിലുണ്ട്. ഞാൻ ആ ബസ് സ്റ്റോപ്പിൽ വന്ന് ബസ് കാത്ത് നിൽക്കുമ്പോൾ അറിയണത് അന്ന് ഭാരത ബന്ധാണ്, ബസ്സില്ല. പിന്നെ ഉള്ളത് ചെറിയ ചെറിയ വാഹനങ്ങളാണ് ഓടണത്. ആത്മഹത്യക്കാരെയും ബന്ധം ഇപ്പൊ തടസ്സപ്പെടുത്തി. ഞാൻ അങ്ങനെ ആലോചിച്ച്, കർത്താവെ ഒന്ന് മരിക്കാന്ന് കരുതി കഴിഞ്ഞാലും സമ്മതിക്കൂല, അവിടെയും ബന്ധം. അങ്ങനെ നിൽക്കുമ്പോ പെട്ടെന്നൊരു ഒമ്മിനി വാൻ ഓടി വന്നി.
ഞാൻ അതിന് കൈ കാണിച്ചപ്പോൾ ആ സഹോദരൻ അവിടെ നിർത്തി. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഒന്ന് കലൂര് വരെ മന്നോന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് കയറിക്കോന്ന് പറഞ്ഞു. കയറി ആ വണ്ടിയിലിരുന്ന സമയത്ത് ആ വണ്ടിയിൽ ഒരു ബൈബിൾ ഇരിക്കണം. പക്ഷെ വണ്ടിയിലിരിക്കണ ബൈബിളാണെങ്കിലും മുഷിഞ്ഞ് പൊടി പിടിച്ചായിരിക്കണം. ഞാൻ ആ ബൈബിൾ എടുത്ത് തുടച്ച് വണ്ടിയുടെ ഡാഷ്ബോർഡിനകത്തോട്ട് വെച്ച് ഞാൻ പറഞ്ഞു, സഹോദരൻ ഇങ്ങനെ ചേട്ടാന്നാ വിളിച്ചത്, ചേട്ടാ ഈ ബൈബിളൊക്കെ ഇങ്ങനെ നശിപ്പിക്കാമോ, ഇതൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെക്കണ്ടേന്ന് പറഞ്ഞപ്പോൾ അയാൾ ചൂടായി. അയാൾ ബ്രേക്ക് ഔട്ടിട്ട് പറഞ്ഞ്, എടുക്കണോ വണ്ടിയിൽ നിന്ന് ആ ബൈബിൾ എടുക്ക്, ഇത് സത്യം തിരിച്ചറിയാനുള്ള സാധനവും താനത് അടച്ചുപൂട്ടി വെക്കാനുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് ആ പുള്ളി അപ്പോൾ എന്നോട് കർത്താവായ യേശുവിനെ പറ്റി ഇങ്ങനെ പറയണ്. ആ വണ്ടി ഓടി ഓടി സെയിന്റ് ആന്റണീസ് ചർച്ചിന്റെ മുന്നിലെത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിവിടെ ഇറങ്ങണം, പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ആ വണ്ടിയിൽ വെച്ച് സഹോദരൻ എന്നോട് പറഞ്ഞ്, വിരോധമില്ലെങ്കിൽ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആ റോട്ടിൽ ഇറക്കി നിർത്തി എൻ്റെ തലയിൽ കൈവച്ച് ആ സഹോദരൻ പ്രാർത്ഥിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു സഹോദരൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പള്ളിയിൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. ആരും തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. ആ ബ്രദർ ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിലുണ്ടോ? പൗലോസ് ബ്രദറാണ്. എന്ത് ഈ പൗലോസ് ബ്രദർ, ഈ ബ്രദറാണ് ആ പണി കാണിച്ചത്. ഓക്കെ. ഈ പൗലോസ് ബ്രദർ എന്നോട് കർത്താവായ യേശുവിനെ പറ്റി പറയുകയും ഞാനത് കേട്ട് വിശ്വസിക്കുകയും ചെയ്ത് ഞാൻ ആ നടു റോഡിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. ഈ ബന്ധിന്റെ അന്ന് വണ്ടി ഓടിക്കരുതെന്ന് അറിയാമല്ലേ? അറിയായിരുന്നു. പക്ഷെ അന്ന് ഞാനോടത്തെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ജോലിക്കും പോകണ്ട, അപ്പോൾ വണ്ടി ഓടിക്കാൻ എന്തെങ്കിലും പൈസ കിട്ടുമല്ലോ എന്നോർത്ത് ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. അപ്പോൾ ആലുവ ടു കല്ലൂര് വണ്ടി ഓടിച്ചു. അങ്ങനെ വണ്ടിയിൽ ഓരോരുത്തർ കയറി. അപ്പോൾ കയറി വന്നപ്പോൾ കളമശ്ശേരിയിൽ വന്നപ്പോൾ വണ്ടി നിർത്തി ഇങ്ങനെ കയറി. അവിടുന്ന് ഞാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞു, സാക്ഷിയൊക്കെ പറഞ്ഞു, എൻ്റെ സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്ത് കല്ലൂർ പള്ളിയിൽ അവിടെ വന്ന് പറഞ്ഞു എനിക്ക് ഇറങ്ങണം. ഞാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി വന്നു. പുള്ളി തലയ്ക്ക് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു. പുള്ളി വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞു. പാരിയോടി എന്ന് പറഞ്ഞു. ഏതോ ഒരു ആളെ കണ്ടു, എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. ഇങ്ങനെ കണ്ടു. ഞാൻ അടുത്ത ഞായറാഴ്ച ഇങ്ങനെ അവിടെ ചെല്ലാൻ പറഞ്ഞൊക്കെ ഞാൻ അവിടെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വ്യാപാരി ഭവനിൽ വന്ന് പാലാരിവട്ടത്ത്. പിന്നെ ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നിയിട്ടില്ലേ? ഇല്ല, ഞാൻ വ്യാപാര ഭവനിൽ നിന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കറിയില്ല, ഞാൻ ലത്തീൻ കത്തോലിക്കനാണല്ലോ, ഇങ്ങനെ കയ്യടിയും ബഹളമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവിടെ നിന്ന് ആരാധിച്ച് ഞാൻ ശരിക്കും ആത്മാവിലായി. ഞാൻ ആത്മാവിലായി. എല്ലാവരും കയ്യടി നിർത്തിയിട്ടും ഞാൻ നിർത്തിയിട്ടില്ല. സജി പാസ്റ്റർ പറഞ്ഞ് അങ്ങേരെ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടാന്ന് പറഞ്ഞു. എന്നെ പിടിച്ച് മുമ്പിൽ കൊണ്ടുപോയി നിർത്തിയ സജി പാസ്റ്ററാണ് എന്നോട് ആദ്യമായിട്ട് പറഞ്ഞത്, സഹോദരന് വേണ്ടിയിട്ടൊരു വീട് അണിഞ്ഞൊരുങ്ങി വന്നിട്ടുണ്ട്, ആമേൻ ചൊല്ലി ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ഞാനും ആമേൻ ചൊല്ലി ഏറ്റെടുത്തു. എനിക്കൊരു 4 ലക്ഷം രൂപ ഒരു വീട് കിട്ടി. ആ വീട്ടിൽ ഞാൻ താമസിച്ചു. അതിനുശേഷം എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരാലും കൈവിടപ്പെട്ട് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയ ആള് കർത്താവിന്റെ സന്നിധിയിൽ വന്നപ്പോൾ അത്ഭുതകരമായി മനോഹരമായ വീട്. ഞാൻ എവിടെ മരിക്കാൻ വന്ന് അവിടെ ഇന്ന് ഞാൻ നല്ലൊരു കുടുംബവുമായിട്ട് ഞാനിന്നൊരു നല്ലൊരു ഭവനത്തിൽ താമസിക്കുകയാണ്, കളമശ്ശേരിയിൽ തന്നെ. ആ നാട്ടുകാരുടെ മുൻപിൽ ഞാൻ എല്ലാവരോടും ഓടി നടന്ന് പറഞ്ഞു, ഞാൻ മരിക്കാൻ വേണ്ടി വന്നവനാണ്, ഞാൻ എന്റെ വീടാണ് ഈ കാണുന്നത്. സൂയിസൈഡ് പോയിന്റ് ലൈഫ് പോയിന്റ് ആയിട്ട് മാറി. ബ്രദർ എന്തുകൊണ്ടായി യേശുവിന്റെ സ്നേഹം പറയാൻ ബ്രദറിന്റെ ജീവിതത്തിൽ എന്താ അനുഭവം ഉണ്ടായി? ഒരു വാക്കൊന്ന് പറയാമോ? ഞാൻ ഒരു പട്ടാളക്കാരനായിരുന്നു. പട്ടാളത്തിൽ നിന്ന് പെൻഷൻ വന്നു. കിട്ടിയ പൈസയൊക്കെ ബിസിനസ്സൊക്കെ ചെയ്ത് തകർന്നു. അങ്ങനെ മദ്യപാനവും ഒക്കെ ആയി ഇങ്ങനെ ജീവിച്ചു. അങ്ങനെ മരിക്കാൻ വേണ്ടി ആലുവ റെയിൽവേ സ്റ്റേഷൻ എല്ലാവരും മരിക്കുന്നു. കാരണം ഞാൻ വടക്കേ ഇന്ത്യയിലാണ് കൂടുതൽ സർവീസ് ചെയ്തത്. അപ്പോൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ അന്നൊന്നും മരിക്കാൻ പറ്റിയില്ല ട്രെയിന്. അങ്ങനെ പലരും പീസായിട്ട് ഇങ്ങനെ മുറിഞ്ഞ് കിടക്കണൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ആഗ്രഹം തോന്നുമായിരുന്നു. അല്ല, അവസാനം തകർന്നപ്പോൾ ഓർത്ത് വന്നത് മരിച്ചേക്കാം. എങ്ങനെ? സാമ്പത്തികമായിട്ടും മൊത്തം കുടുംബക്കാരും എല്ലാ രീതിയിലും തകർന്നായിരുന്നു. ഞാൻ മദ്യപിച്ച് വീട്ടിൽ വന്നാൽ ഭാര്യനെ അടിക്കും, മക്കളെ അടിക്കും, മക്കളെയൊക്കെ അടിച്ച് കട്ടിലിൻ്റെ അടി കയറിയിട്ട് ബക്കറ്റ് വെള്ളമൊക്കെ എടുത്ത് ഞാൻ ഒഴിക്കും. അങ്ങനെ പല കലാപരിപാടികളായിരുന്നു. മക്കളും ഭാര്യയൊക്കെ ഇങ്ങോട്ടൊന്ന് വരാമെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു. പട്ടാളത്തിന്റെ സ്റ്റൈലൊക്കെ ആയിരുന്നു വീട്ടില്. അങ്ങനെ പിള്ളേരെ അടിക്കുമായിരുന്നു. ഭയങ്കര മുൻകോപിയായിരുന്നു. പക്ഷെ കർത്താവിന്റെ കൃപയാൽ യേശുവിനെ എന്ന് അറിഞ്ഞോ അന്ന് തൊട്ട് ഞങ്ങളുടെ വീട്ടിലെ അവസ്ഥകൾ മാറാൻ തുടങ്ങി. കർത്താവിന്റെ കൃപയാൽ മൂത്ത മോളിപ്പോൾ ബിടെക് കഴിഞ്ഞു, എംടെക് ഫൈനൽ ഇയർ ആയി.
അങ്ങനെ മോക്കിപ്പോൾ മറ്റേ ഫസ്റ്റ് സെം റിസൾട്ടിന് 3rd റാങ്ക് ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അതുപോലെ പ്രൈം മിനിസ്റ്ററിൻ്റെ സ്കോളർഷിപ്പ് 33,000 പേര് ആപ്ലിക്കേഷൻ അയച്ചിട്ട് അതിൽ നിന്ന് അവർ 500 പേരെ സെലക്ട് ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് 33 പേരെ സെലക്ട് ചെയ്തിട്ട് കേരളത്തിൽ നിന്ന് 2 പേർക്ക് നേരിട്ട് വാങ്ങാമെന്ന് പറഞ്ഞു. അതിലൊരാളായിരുന്നു കർത്താവിൻ്റെ കൃപയാൽ എൻ്റെ മോള്. പ്രധാനമന്ത്രി നേരിട്ട് വാങ്ങിയോ? ആ, നേരിട്ട് വാങ്ങി. ആരായിരുന്നു അന്ന് പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിനോട് നേരിട്ട്. എല്ലാം ഗവൺമെന്റ് ചെലവായിരുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ ചെലവിൽ പോയി. ഇവിടുന്ന് പോയതും വന്നതും 5-star ഹോട്ടലിൽ താമസം എല്ലാം. എന്റെ ബ്രദറെ മരിച്ചിരുന്ന ആകെ പ്രോബ്ലം ആയി പോയിരുന്നു. മോളെന്ന് പറഞ്ഞ എന്തായിരുന്നു പാടെ അവസ്ഥ? എന്താണ്? ഡാഡി മദ്യപിച്ച് വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയത്തില്ല ഡാഡിക്ക് എന്താ നടക്കുന്നതെന്നൊന്നും. വീട്ടിൽ കയറി വരും, കാണുന്ന എല്ലായിടത്തും വലിച്ചെറിയുമായിരുന്നു, മേശയൊക്കെ ഒടിക്കുമായിരുന്നു. ഞാനും ചേച്ചിയും കൂടി അന്ന് ചെറുതായതുകൊണ്ട് ഞങ്ങളെ അടിച്ചായിട്ട് കട്ടിൻ്റെ അടി കയറ്റുമായിരുന്നു. ഡാഡിക്ക് തോന്നുന്ന പോലെ ഷൂസൊക്കെ ഇട്ട് വന്നിട്ട് ചവിട്ടുമായിരുന്നു. ഞങ്ങളെ മൂലയ്ക്ക് കൂട്ടിയിട്ടിട്ട് ഫ്രണ്ട് റൂം കുറ്റിയിടും, ആരും ഞങ്ങൾ വന്ന് തടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്താ വല്ലാത്തൊരു ദുഷ്ടശക്തിയായിരുന്നു. ശരിക്കും എനിക്കറിയില്ല എന്താ ചെയ്യണേന്നൊരു വെളിവില്ലായിരുന്നു, ഒരു ബോധമില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഡാഡിക്ക് ഞങ്ങളോട് ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷെ മദ്യപിച്ച് കഴിഞ്ഞാൽ ഡാഡിക്ക് അറിയത്തില്ല ഡാഡിക്ക് എന്താ സംഭവിക്കുന്നതെന്ന്. വന്നു കഴിഞ്ഞാൽ എന്നെയും ചേച്ചിനും കൂടി ഒരു മൂലയ്ക്ക് കയറ്റും. എന്തെങ്കിലും ഞങ്ങൾ ചുമ്മാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വഴക്ക് കൂടിയാലും ഡാഡി റൂമിൻ്റെ അകത്ത് കയറ്റിയിടും, വെള്ളം ഒഴിക്കും. മൂന്നാറിൽ ഭയങ്കര തണുപ്പായിരുന്നു, പച്ചവെള്ളം ഞങ്ങളുടെ മേത്ത് കോരി ഒഴിക്കുമായിരുന്നു. ഞങ്ങൾ ഷൂസ് ഇട്ട് ചവിട്ടുമായിരുന്നു മൂന്നാറിൽ വെച്ച്. അത്രയ്ക്ക് തണുപ്പായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ദൈവം ഉണ്ടോ എന്നൊരു സംശയമായിരുന്നു എനിക്കും എൻ്റെ ചേച്ചിക്കും. ഞങ്ങൾ ശരിക്കും പാരൻസിനെ കുറിച്ച് കേൾക്കുമ്പോൾ മറ്റുള്ള ഫ്രണ്ട്സ് പറയുമ്പോൾ ഭയങ്കര കൊതിയായിരുന്നു. കാരണം വീട്ടിൽ കയറി വന്ന പേടിയാണ് ഞങ്ങൾക്ക്, ഡാഡി വരുക എന്ന് പറഞ്ഞാൽ പേടിയാണ്. ബൂട്ട്സിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ ഞങ്ങൾ കട്ടലിൻ്റെ ഇടയിൽ കയറി ഒളിക്കുമായിരുന്നു. മമ്മി ആണെങ്കിൽ ഡാഡിയുടെ കാര്യം ഓർത്തിട്ട് വിഷമിക്കായിരുന്നു. ഓരോ ദിവസം കത്തിയെടുത്ത് ഞങ്ങൾ കുത്താൻ വേണ്ടി വന്നിട്ടുണ്ട് ഡാഡി മദ്യപിച്ചിട്ട്. അതേപോലെ കറിക്ക് ഇച്ചിരി എരിവ് കൂടിയ അപ്പം പാത്രമൊക്കെ വലിച്ചെറിയുമായിരുന്നു. മീൻ കഷ്ണമൊക്കെ ഭിത്തിയുടെ മുകളിൽ പോയി ഒട്ടിയിരുന്നിട്ടുണ്ട്. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. ഈവൻ ചെറിയ കാര്യം പറഞ്ഞാൽ പോലും ഡാഡി ചൂടാവുമായിരുന്നു. ആരോടും, സ്വന്തമൊന്നും ഇല്ല, ബന്ധങ്ങളും ഇല്ല, ആരോട് വേണമെങ്കിലും ചൂടാവുമായിരുന്നു. ആര് വേണമെങ്കിലും എടുത്തിട്ട്. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്വഭാവം എല്ലാം മാറി. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഡാഡി ഇപ്പോൾ ഫ്രണ്ട്സാ. യേശുക്രിസ്തുവിന്റെ അത്ഭുത സുവിശേഷം ലോകമെങ്ങും ഘോഷിക്കുന്ന സ്വർഗീയ വിരുന്നിന്റെ ടെലിവിഷൻ പ്രോഗ്രാമുകളും വെബ്സൈറ്റും താങ്കൾക്കും കുടുംബത്തിനും എത്ര അനുഗ്രഹമായി തീർന്നു. വരൂ, യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ ഒരു ആരാധനാ സമുച്ചയം നിർമ്മിക്കുവാൻ നമുക്ക് കരങ്ങൾ കോർക്കാം. പ്രാർത്ഥിക്കുക. വിളിക്കുക ഇപ്പോൾ തന്നെ 9443 566682 9446 061 631 9447 3495 851025. പലപ്പോഴും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ പല അസാധ്യതയെന്ന് വിചാരിച്ച സ്ഥലങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ നിന്നപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ പ്രാർത്ഥിച്ചു, എന്നെ പ്രോത്സാഹിപ്പിച്ചു. എൻ്റെ വിഷമഘട്ടത്തിൽ നിങ്ങളെന്നെ ആശ്വസിപ്പിച്ചു. എന്നാൽ ഇന്ന് ഈ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പണിയുന്ന ആരാധനാലയത്തിൽ എനിക്ക് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ സഭയിലോ ഒരു TV വ്യൂസിലോ വരാത്തവരായിരിക്കാം. അനേകരെ ഞാൻ പല സ്ഥലത്തും എയർപോർട്ട്സ് വെച്ച് കാണുമ്പോൾ അവർ പറയാറുണ്ട്, നിങ്ങളുടെ തങ്കുബ്രദറിൻ്റെ TV പ്രോഗ്രാം ഞങ്ങളും കാണാറുണ്ട്, കാണാതെ കിടക്കാറില്ല. ഇഫ് ദിസ് ഹാസ് ബീൻ എ ബ്ലെസ്സിങ് ഫോർ യു, ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ടൈം ടു ഷോ യുവർ ലവ്. നിങ്ങളുടെ സ്നേഹത്തെ, ഞങ്ങളോടുള്ള പ്രോത്സാഹനത്തെ ആയിരിക്കും നിങ്ങളുടെ സപ്പോർട്ട്. ഈ വലിയ ചലഞ്ച് എൻ്റെ ഉള്ളിൽ കർത്താവ് ആഗ്രഹം തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇറങ്ങുന്നത്. കർത്താവ് നിവർത്തിക്കും, അത് നിങ്ങൾക്കും പങ്കാളിയാകാം. ഐ ആം താങ്കിങ് യു ഇൻ അഡ്വാൻസ്. എങ്ങനെയൊക്കെ അത് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾ നേരിട്ട് അയക്കാൻ സാധിക്കും. നിങ്ങൾ വെബ്സൈറ്റിൽ ചെന്നാൽ www.theheavenlyfeast.org വെബ്സൈറ്റിൽ പോയാൽ നേരിട്ട് എങ്ങനെയൊക്കെ ഹൗ ക്യാൻ യു ഡു ഇറ്റ് എന്ന് സംസാരിക്കാനായിട്ടുള്ള നമ്മുടെ എൻ്റെ കൂട്ടുപ്രവർത്തകർ ആർ റെഡി ടു ഹെൽപ്പ് യു ഔട്ട്. ഐ നോ ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് റൈറ്റ്.
കടഭാരമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കടഭാരം കൊണ്ട് വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. വീട്ടിലെ സ്ഥലം എവിടെ? സ്ഥലം വൈപ്പിൽ. പേര് രാജേഷ്. അങ്ങനെ കടഭാരത്തിൽ തകർന്നു. എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ടെക്സ്റ്റൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു. ബ്ലേഡിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടായി. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് വലിയ ഒരു മാസം 40,000 രൂപ വെച്ച് ബ്ലേഡിൽ ഇൻട്രസ്റ്റ് കൊടുക്കണമായിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഇങ്ങനെ കടത്തിൽ നിന്ന് കടത്തിലേക്ക് വീണ്ടു. ലാസ്റ്റിൽ വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ബ്ലേഡുകാർ രാത്രി 12 മണിക്കും 1 മണിക്കും വീട് ആക്രമിക്കാൻ വരിക, ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക, കൊല്ലും. ഭൂമിക്ക് മുകളിൽ 3 ദിവസക്കുള്ളിൽ പൈസ കൊടുത്തില്ലെങ്കിൽ ഭൂമിക്ക് മുകളിൽ വച്ചേക്കില്ല എന്ന് പറഞ്ഞിട്ട് ഭീഷണി, കൊട്ടേഷൻ ടീമിൻ്റെ പ്രശ്നം, അങ്ങനെ ആകെയായിട്ട് ഞങ്ങൾക്ക് ആരോടും തുറന്നു പറയാനില്ല, ഒന്നും പറയാനില്ല. ഞങ്ങളൊരു ദിവസം 12:30-1 മണി വരെ ഫോണിൽ കൂടി ഭീഷണി വന്നുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഇന്ന് രാവിലെ 6 മണിക്ക് ഞങ്ങൾ വീട്ടിൽ വരും. വീട്ടിൽ പൈസ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ല. അതങ്ങനെ ആകെ വിഷയമാണ്. ഞങ്ങൾ 12:30 മണിയായപ്പോൾ, ഒരു 3 മണിയായപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കുഞ്ഞുങ്ങളും 2 കുഞ്ഞുങ്ങളെയും കൂട്ടി എന്നെ എറണാകുളത്തേക്ക് ഒരു ബൈക്കിൽ എറണാകുളത്ത് നോർത്തിൽ വന്ന് റൂം എടുത്തു. വൈഫും കുഞ്ഞുങ്ങളും വന്നിട്ടുണ്ട്. നോർത്തിൽ റൂം എടുത്തിട്ട് എങ്ങനെ മരിക്കാൻ വേറൊരു വഴിയില്ല. വേറൊരു വഴിയില്ലെന്ന് പറഞ്ഞാൽ വേറൊരു വഴിയില്ല. ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങാൻ ഒരു വഴിയില്ല. അല്ലെങ്കിൽ ആൾക്കാർ കൊല്ലും. എങ്ങനെ മരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ചിന്തയുണ്ടായിരുന്നുള്ളൂ. പോയിസൺ മേടിക്കാനെന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് പോയിസൻ്റെ ഒരു പേര് പറയാൻ എനിക്കറിയില്ല. അങ്ങനെ ഇന്ന് വെയിൻ കട്ട് ചെയ്ത് മരിക്കാം എന്ന് വിചാരിച്ചു. വെയിൻ കട്ട് ചെയ്ത് മരിക്കുന്നതാണ് ഈ ഇളയ കുഞ്ഞിനെ എങ്ങനെ കൊല്ലണം, അതുമാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. മരണത്തെ ഞങ്ങൾ ഈ മൂത്ത കുഞ്ഞ് അച്ഛമ്മക്ക് മരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഇളയവൻ പറഞ്ഞു, ഇളയവനെ എങ്ങനെ കൊല്ലും? ഇതെല്ലാം ആലോചിക്കുന്ന നിങ്ങൾ ലോഡ്ജിലിരുന്ന കുഞ്ഞെന്നോട് പറഞ്ഞു, അമ്മ നമുക്ക് മരിക്കണ്ട, നമുക്ക് ജീവിക്കാം, നമുക്ക് കടയൊക്കെ തുറക്കാം, കടമൊക്കെ മാറും. ഞങ്ങൾക്ക് അത് കേട്ടപ്പോ ഒന്നും കൂടി വിഷമമായി. അവനറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇരുന്ന് ലെറ്ററൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേനും ഡൽഹിയിൽ നിന്ന് ഒരു കോള് തന്നെയാണ് ഞങ്ങൾക്ക്. ലെറ്റർ എഴുതി മരിക്കാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ ലെറ്ററൊക്കെ എഴുതി എങ്ങനെ മരിക്കാൻ റെഡിയായപ്പോൾ കുഞ്ഞ് എൻ്റെ അടുക്ക വന്ന് പറയുകയാണ്, അന്ന് 3.5 വയസ്സേ ഉള്ളൂ. എന്നോട് പറയാം, അച്ഛേ നമുക്ക് മരിക്കണ്ട, നമ്മുടെ കടമൊക്കെ വീടും, നമ്മുടെ കട തുറക്കും, ചേട്ടൻ സ്കൂളിൽ പോകും. ഈ കുഞ്ഞ് പറയുക എന്നോട് മുന്നിൽ നിന്ന് ഒരു വിക്കും കൂടാതെ വളരെ വ്യക്തമായിട്ട് എന്നോട് പറയുകയാണ്. ആ കുഞ്ഞിന് എന്നാ പ്രായമുണ്ട്? 3.5 വയസ്സ്. പക്ഷെ 3.5 വയസ്സിന്റെ ഒരു സൗണ്ട് ആയിരുന്നില്ല. അന്ന് അവൻ സംസാരിക്കുമ്പോൾ ചിണുങ്ങലും കൊഞ്ചലും ഒക്കെ ഉണ്ട്. പക്ഷെ അന്ന് എന്നോട് സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയാം, അച്ഛേ നമുക്ക് മരിക്കണ്ട, നമ്മുടെ കടം വീടും, നമ്മുടെ കട തുറക്കും, ഈ ചേട്ടൻ സ്കൂളിൽ പോകും. അപ്പം ഒരു ഫോൺ കോൾ വന്നപ്പോൾ ഞങ്ങൾ ഒരു കേരളത്തിന് പുറത്തുള്ള നമ്പറാണ്. എനിക്ക് ഫോണൊന്നും എടുക്കുന്നത്. അപ്പം എന്തായാലും മരിക്കാൻ പോലെ എടുക്കാൻ ഒരു ഡൽഹിയിലൊരു സുഹൃത്താണ്. പക്ഷേ ആ സമയത്ത് പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പുള്ളിക്ക് എറണാകുളത്തൊരു ഫ്ലാറ്റ് താമസിക്കാൻ വേണം, അവരിങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ ഹിന്ദിക്കാരനാണ്, ഞാൻ പറഞ്ഞു എനിക്കിവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ മരിക്കാൻ വേണ്ടി ഓൾറെഡി റൂം എടുത്തിരിക്കുകയാണ്, ഞങ്ങളിപ്പോൾ 1/2 മണിക്കൂറിൽ ഞങ്ങൾ മരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് വേറെ ഒരു വഴി ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ വേറെ നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, മരിക്കരുത്, നിങ്ങൾ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്, അങ്ങനെ ഞങ്ങൾ അല്ലെങ്കിൽ ഇപ്പം തന്നെ പോലീസിന് വിവരം അറിയിക്കുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ നോർത്തിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ആ വണ്ടിക്ക് ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിൽ അവിടെ ചെന്ന് പുള്ളി ഞങ്ങളെ റിസീവ് ചെയ്തു. ആദ്യത്തെ 1-2 ആഴ്ച വലിയ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളൊരു ഫാമിലിയാണ് അവിടെ ചെന്നത്. പിന്നെ പുള്ളി അവർക്ക് ഞങ്ങളോട് വിരോധം തോന്നി തുടങ്ങി. ഞങ്ങളെ വളരെ മാനസികമായിട്ട് വളരെ ഞങ്ങൾ ഭക്ഷണം തരാതെയായി. ഞങ്ങളുടെ അന്ന് ഡൽഹിയിലൊക്കെ 42 ഡിഗ്രി ചൂടാണ്. ആ ചൂടിൽ ഞങ്ങൾക്ക് മുറിയിൽ ഫാൻ പോലും ഊരിക്കൊണ്ട് പോയി. എന്നിട്ട് ഞങ്ങൾ ആ ചൂടത്ത് കിടക്കുകയാണ്. കൂടി തന്നെ ഞങ്ങൾക്ക് ഒന്നിനും ഒരു സ്വാതന്ത്ര്യമില്ല. കിച്ചൺ ലോക്ക് ചെയ്യും, ബാത്റൂമിൽ ലോക്ക് ചെയ്യും. അങ്ങനെ വല്ലാത്തൊരു പ്രശ്നം. ഞങ്ങൾക്ക് ഒരു തരത്തിലവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാൻ അതിനു മുമ്പ് എവലിവീസിലെ ചർച്ചിൽ 1-2 പ്രാവശ്യം ഇവിടെ ഞായറൊക്കെ മെജസ്റ്റിക്ക് പോയിട്ടുണ്ടായി. ഒരു ബ്രദർ ഒന്ന് വിളിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായി. അപ്പോൾ ആ ബ്രദറിനെ ഞാൻ വിളിച്ചു, ജോൺ തോമസ് ബ്രദറിനെ വിളിച്ചു പറഞ്ഞു, സഹോദരന് യേശുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് ഇവിടുന്ന് അതിൻ്റെ ഡൽഹിയിലെ നമ്പർ എനിക്ക് തന്നു. ഞാൻ ഡൽഹി ചർച്ചിൽ സജീവ് ബ്രദറിനെ പോയി കണ്ടു. സജീവ് ബ്രദർ പ്രാർത്ഥിച്ച് അയച്ചു. സജീവ് ബ്രദർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കൾ ഒരു വഴിയേ വരും, 7 വഴിയെ തിരിച്ചു പോകും, അതുകൊണ്ട് ധൈര്യമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. വീണ്ടും ആ കൂട്ടുകാരനെ വിളിച്ചാൽ കൂട്ടുകാരൻ പറഞ്ഞിങ്ങോട്ട് വരരുതെന്നാണ് പറഞ്ഞു. അപ്പോൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ബ്രദറിനെ വിളിച്ചിട്ട് ടിക്കറ്റ് ബ്രദറിൻ്റെ അപ്പോൾ വലിയ നിങ്ങൾക്ക് യേശുവിൽ വിശ്വാസമില്ലേ, നീ എന്താ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞു. യേശുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കടന്നു വരാൻ പറഞ്ഞു. എനിക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് ഒരാപത്തും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അത് വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ആലുവയില വന്ന് ഇറങ്ങി. അവിടെ അന്നൊരു വീണ്ടും മരിക്കാനുള്ള രീതി, വേറെ വഴിയില്ല. അന്ന് ഈ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഈ പുള്ളി വിളിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ വലിയ വിശ്വാസമൊന്നുമില്ല. പക്ഷെ മരിക്കാൻ വേണ്ടി തന്നെ വീണ്ടും വന്ന് ആലുവയിൽ റൂം എടുത്തു. അപ്പം തന്നെ ആ ബ്രദർ എന്നെ എന്നെ കണ്ടു ആശ്വസിപ്പിച്ച് കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ റൂമിലെ വാടക ഭക്ഷണമൊന്നും ഒരുപാട് ആളെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിള്ളേർക്ക് കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് റൂമിൽ കൊടുക്കാനുള്ള പൈസ തന്നു. അതിനുശേഷം പുള്ളി തിരിച്ചു പോയി പറഞ്ഞു, നമുക്ക് അന്നൊരു വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയായിരുന്നു, ഞായറാഴ്ച എടപ്പള്ളി ചർച്ചിൽ പോകണമെന്ന് പറഞ്ഞു, എടപ്പള്ളി ചർച്ചിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, എനിക്കൊന്നും വലിയതൊന്നുമില്ല, പുള്ളിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പം ഞായറാഴ്ച അപ്പം രാവിലെ എൻ്റെ 250 രൂപയുണ്ട്. പിറ്റേ ദിവസം രാവിലെ അത് ആ ഹോട്ടലിൽ കൊടുത്തു കഴിയുമ്പോൾ 250 രൂപ എൻ്റെ ഇന്ന് തീരും. എനിക്കാണെങ്കിൽ മുന്നോട്ട് പോകാനൊരു വഴിയില്ല, എൻ്റെ പൈസയില്ല, 4 കുഞ്ഞ് വഴിയാധാരമാവും.
അപ്പോൾ ഞായറാഴ്ച രാവിലെ ഞാൻ എഴുന്നേറ്റ് ഇറങ്ങി. എന്തായാലും പുള്ളിയോട് പറഞ്ഞല്ലേ എന്തായാലും പോയേക്കാം, അല്ലാതെ പുള്ളി കൊണ്ട് പൈസയൊക്കെ തന്നതല്ലേ. എന്നിട്ട് ഇറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ എന്നോട് ആരോ ചോദിച്ചു, നിനക്ക് എന്നെ വിശ്വാസം, ഒറ്റയ്ക്ക് പോയെന്ന് പറഞ്ഞാൽ എല്ലാവരോടും പോയി കണ്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വിഷയമാവില്ലോ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ഇറങ്ങി. ഹോട്ടലിൽ താഴെ വന്നു കഴിഞ്ഞാൽ എന്നോട് ഒരാൾ ഉള്ളിലും ചോദിക്കും, നിനക്ക് എന്നിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ നീ ഒറ്റയ്ക്ക് പോകുന്നത്, നിന്നെ ഞാൻ വിടുവിക്കും, നിന്നെ രക്ഷിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നീ എല്ലാവരും കൂടെ പോവില്ലേ, നിനക്ക് നീ എന്നെ ഒരു ഉള്ളിൽ നിന്ന് ഒരാൾ എന്നോട് വ്യക്തമായിട്ട് പറയാം, നിനക്ക് എന്നോട് അന്ന് യേശുവാണ് എനിക്ക് എന്നോട് വ്യക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് പറയും, നിനക്ക് എന്നിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ രക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നീ ആരെയെ കാണിക്കാൻ വേണ്ടി പോവാണ്, അങ്ങനെ നീ പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒപ്പം പറഞ്ഞു. ഞാൻ എന്നിട്ട് താഴെ വന്നിട്ട് തിരിച്ചു കയറി വന്ന് ഇവരെ ഒരുമിച്ച് ഞങ്ങൾ പിന്നെ ആദ്യം ഇറങ്ങിയപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ മുന്നോട്ടൊക്കെ ആക്കി ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ് പോയത്. പിന്നെ തിരിച്ചു കയറി വന്ന് ഞങ്ങൾ വീണ്ടും 4 പേരുടെ ഒരുമിച്ച് ഞങ്ങൾ ഇടപ്പള്ളി ചർച്ച് ചെന്നു പ്രാർത്ഥിച്ചു. സഹോദരൻ പറഞ്ഞു ഒരു ആഴ്ച തന്നെ കർത്താവ് അത്ഭുതം ചെയ്യും, സഹോദരൻ്റെ സ്ഥാപനം വീണ്ടും തുറക്കാൻ പറ്റും, എല്ലാ വിഷയങ്ങളും മാറുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു വിശ്വാസം തോന്നിയില്ല. എനിക്ക് വിഷയങ്ങളൊന്നും മാറാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ ഭൂമിക്ക് വെളി വച്ചേക്കില്ല, ഒരു ഭയങ്കര ടീമാണ്, എന്ത് ചെയ്യുമെന്ന് പോലും പറയാൻ പറ്റുന്ന കണ്ടീഷനാണ്. 4:30 തിരിച്ച് റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭാര്യയുടെ ആങ്ങളെ വീണ്ടും റൂം ഞങ്ങളെ തിരക്കി അവിടെ വന്നു. അവർ 2 ഭാര്യയും ഭർത്താവും പൈസ തന്നു. അതിനുശേഷം ഞങ്ങൾക്ക് പോകാനൊരു സ്ഥലം ഭാര്യയുടെ ചേച്ചിയുടെ അർത്ഥെങ്കിലും ഒരു വീട്ടിലേക്ക് വിളിച്ചു. ആ ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ എല്ലാ വിഷയങ്ങളിൽ നിന്നും ഞങ്ങൾ കർത്താവ് വിടുവിച്ചു. ഞങ്ങളുടെ ആ സ്ഥാപനം ഞങ്ങൾക്ക് അവിടെ വൈപ്പിങ്കര വീണ്ടും തുറക്കാൻ പറ്റി. ഈ പൈസ വൈപ്പിങ്കര കാല് കുത്തിക്കില്ലെന്ന് പറഞ്ഞ ആൾ ഈ 1.5 വർഷത്തോളം സമയം നിന്ന് പലിശ വേണ്ട, നീ കൊള്ളതുപോലെ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ കുഞ്ഞിൻ്റെ ഫീസ് ഞാൻ കെട്ടാം, പൈസ ഉള്ളവൻ എൻ്റെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന് പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പോൾ ആ പൈസ പുള്ളി എൻ്റെ അടുത്ത് എത്തുന്നിട്ട് പറഞ്ഞു, ഈ ഫീസ് കെട്ടിക്ക് എൻ്റെ ഉള്ളപ്പം തന്നാൽ മതി, കുഞ്ഞിനെ നടുവിൽ സ്കൂളിൽ വിടാൻ പറഞ്ഞു. ഇപ്പം അതിനുശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഏകദേശം ഒരു പകുതി കൂടുതൽ കടങ്ങൾ വീട്ടാൻ പറ്റി. ബാക്കി ഒരു കടക്കാരും ഞങ്ങൾക്ക് ശല്യമല്ല, ആർക്കും ഞങ്ങളെ ഒന്ന് ഭീഷണിപ്പെടുത്താറ് ഒന്നുമില്ല. ഞങ്ങൾക്ക് പൂർണ്ണ സമാധാനമാണ്, ഞങ്ങളുടെ സ്ഥാപനം പോകുന്നു. അങ്ങനെ കടകൾ ഒരുപാട് വീടിയിട്ടുണ്ട്. കർത്താവ് ജീവിതത്തിൽ തന്ന മാറ്റം എന്തുവാ? സന്തോഷം, സമാധാനവും. അല്ല നേരത്തെ ഉറക്കം ഉണ്ടാവൂല, പേടിച്ചായിരിക്കും. ഇപ്പൊ ഒരാളെയും പേടിയില്ല, ഇപ്പൊ യേശു ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആത്മഹത്യ ഒരു പരിഹാരമല്ല. വാസ്തവത്തിൽ ഈ ആത്മഹത്യ ചെയ്യുന്നവർ ഇതിൽ നിന്നൊന്ന് തലയൊളിക്കാമല്ലോ എന്നുകൊണ്ടാണ്. അവരുടെ ആ വേദന നമ്മൾ അറിയുന്നില്ല. ഒരാൾ മരിക്കാൻ പ്ലാൻ ചെയ്യുന്നത് വെറുതെ ചെയ്യാറില്ല. അതുപോലെ അസഹനീയമായി സമൂഹം കൈവിട്ടു, വീട്ടുകാർ കൈവിട്ടു, എല്ലാവരും കൈവിട്ടു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇനി രക്ഷയില്ല എന്ന സ്ഥിതിയിൽ വരുമ്പോഴാണ് ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യുന്നത്. എന്തോ ഒരു വേദനയായിരിക്കും ആ വ്യക്തി അനുഭവിക്കുന്നതല്ലേ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആത്മഹത്യ പരിഹാരമാണോ? അല്ലെന്നുള്ളത് ദൈവവചനം അറിയാവുന്ന വ്യക്തികൾക്കറിയാം. കാരണം അത് വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് വീഴുന്ന പോലെയാണ്. നമ്മുടെ സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തി നമ്മൾ പോയാൽ നിത്യമായ ഒരു ദണ്ഡനം, നിത്യനരകം, യാതനയാണ് അവരുടെ മുമ്പിലുള്ളത്. വാസ്തവത്തിൽ എന്ത് ഭയങ്കരമല്ലേ. വാസ്തവത്തിൽ ദൈവം ഇതൊക്കെ നമ്മൾ അനുഭവിക്കണമെന്നാണോ ആഗ്രഹിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തി ആത്മഹത്യ ചെയ്യുന്ന കണ്ടാൽ നമുക്ക് എത്ര വേദനയായിരിക്കും. അതിലും വേദനയാണ് കർത്താവ്. ചില ചോദിക്കും കർത്താവ് എന്താ ഒന്നും ചെയ്യാത്തതെന്ന്. അതല്ല എൻ്റെ മറുപടി. കർത്താവ് ചെയ്ത് കഴിഞ്ഞു. നമുക്കൊരു വ്യക്തിക്ക് അവൻ എത്ര തകർന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, വിടുതലിന് വേണ്ടതെല്ലാം കർത്താവ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ആ സുവിശേഷം അറിയുന്നില്ല. ഇന്ന് ഈ സുവിശേഷം അറിയിക്കുമ്പോൾ അതിനെ എതിർക്കുന്നവരുണ്ട്. നോക്കൂ, ആത്മഹത്യക്ക് ഒരുങ്ങിയിരുന്നവർ ഈ സുവിശേഷം ഒറ്റ കാരണം കൊണ്ട് ഇന്ന് ജീവിക്കുക. അങ്ങനെ ഇന്ന് ഹെവൻലി ഫീസ്റ്റിൻ്റെ ശുശ്രൂഷകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ 1-2 പേരല്ല, 1-2 കുടുംബങ്ങളല്ല, ആയിരക്കണക്കിന് വ്യക്തികൾ ആത്മഹത്യയുടെ മുനമ്പിൽ നിന്ന് രക്ഷപ്പെട്ടവരുണ്ട്. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് അതുപോലെ ചിലരെ കർത്താവ് വിടുവിക്കാൻ പോവുക, രോഗസൗഖ്യങ്ങൾ നടക്കാൻ പോവുക, അത്ഭുതങ്ങൾ നടക്കും. എൻ്റെ കഴിവുകൊണ്ടല്ല, പ്രാർത്ഥിക്കുന്ന എൻ്റെ കഴിവുകൊണ്ടല്ല, യേശു അവിടെ ഉണ്ട്. പക്ഷെ ഞാനും നിങ്ങളും ഒക്കെ അതിനൊരു മീഡിയമായിട്ട് നിൽക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആത്മഹത്യയുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം യേശു എടുത്തു മാറ്റും, രോഗബന്ധനം അഴിച്ചു മാറ്റും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന മുഴുവൻ വ്യക്തികളെയും എൻ്റെ കർത്താവിൻ്റെ കൈകളിലേക്ക് തരുമ്പോൾ പല ഭാരങ്ങളിൽ പ്രയാസങ്ങൾ എന്നെ കേൾക്കുന്നവരുണ്ട്. ജീവിതം മടുത്ത് എനിക്കിനി ആത്മഹത്യ അല്ലാതെ വഴിയില്ലെന്ന് പറയുന്നവരെന്നെ കേൾക്കുമ്പോൾ യേശുവേ, ഇപ്പോൾ തന്നെ എൻ്റെ കർത്താവിൻ്റെ കരം അവരുടെ മേൽ നീട്ടുന്നതിനായി സ്തോത്രം. കർത്താവെ, അത്ഭുത സൗഖ്യങ്ങൾ, വിടുതലുകൾ കർത്താവ് ദേശങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അനേകരെ കർത്താവ് വിടുവിക്കുന്നല്ലോ. എത്രയോ പേരെ രോഗത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നല്ലോ. എൻ്റെ കർത്താവിന് ഒരു മുഖപക്ഷവുമില്ല. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ പ്രശ്നം എന്തായാലും ഈ നിമിഷം വിടുതലാകട്ടെ. പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുകയാണ്. മരണം മാറട്ടെ.
ഞാൻ മരിക്കയില്ല, ജീവനോടിരുന്ന് എൻ്റെ കർത്താവ് എനിക്ക് തന്ന വിടുതൽ ഘോഷിക്കും എന്ന് പറയുവാൻ ഈ മക്കളെ കർത്താവ് സഹായിക്കുന്നതിനായി നന്ദി. രോഗബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ, ക്യാൻസറുകൾ വിട്ടുമാറട്ടെ, ആന്തരിക രോഗങ്ങൾ അഴിയട്ടെ, ശാരീരിക പ്രയാസങ്ങൾ വിട്ടുമാറട്ടെ. കർത്താവെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരെയും കർത്താവായ യേശു തൻ്റെ മഹാകൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം, ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും അടുത്ത വെള്ളിയാഴ്ച ചെന്നൈയിൽ ഡിസംബർ 16 വെള്ളി. ശുശ്രൂഷ വൈകിട്ട് 6 മുതൽ. വിദ്യോദയ സ്കൂൾ ഓഡിറ്റോറിയം, നമ്പർ 1, തിരുമല റോഡ്, വള്ളുവർ കോട്ടത്തിന് സമീപം, ടി നഗർ, ചെന്നൈ 17. ഡിസംബർ 14 ബുധൻ മുതൽ ഡിസംബർ 16 വെള്ളി വരെ തോമസ് കുട്ടി ബ്രദറിനെ നേരിൽ കാണുവാനും പ്രാർത്ഥിക്കുവാനും അവസരം. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കട്ടപ്പനയിൽ ഡിസംബർ 23 വെള്ളി. ശുശ്രൂഷകൾ വൈകിട്ട് 5:30 മുതൽ. കട്ടപ്പന ടൗൺ ഹാൾ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും തങ്കമണിയിൽ ഡിസംബർ 24 ശനി. ശുശ്രൂഷകൾ രാവിലെ 10:30 തങ്കമണി ടൗൺ ഹാൾ. സ്വർഗീയ വിരുന്ന് ടെലിവിഷൻ പ്രോഗ്രാം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് എല്ലാ ദിവസവും രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് നിങ്ങളുടെ പവർ വിഷൻ TVയിൽ.